മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഒത്തിരി മോട്ടിവേഷണൽ വീഡിയോസ് കുത്തിയിരുന്ന് കണ്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങളാണ് നിങ്ങളുടെ മോട്ടിവേറ്റർ. സോ ഇഫ് യു വാണ്ട് ടു സ്റ്റഡി, നിങ്ങൾ തന്നെ പഠിക്കണം. അതുപോലെ തന്നെ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഗുഡ് മാർക്സ്, നിങ്ങൾ തന്നെ എക്സാം എഴുതണം നന്നായിട്ട്. അപ്പോൾ നമ്മൾ പാസ്സാവുക, നമ്മൾ ജയിക്കുക, നമുക്ക് നല്ല മാർക്സ് കിട്ടുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. വേറെ ഒരാൾക്കും ഇപ്പോൾ നമുക്ക് ഫുൾ മാർക്സ് കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടാവില്ല, നമ്മുടെ പാരൻസിനല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വർക്കിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങളുടെ പേപ്പറിൽ കാണും. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അനാമിക. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ +1 സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് എൻ്റെ റിസൾട്ട് കാണിക്കാം. എൻ്റെ +1 റിസൾട്ടാണ്. അപ്പോൾ എനിക്ക് 97% ഉണ്ടായിരുന്നു. എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു +1. ഞാനപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല, പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും തുടങ്ങാം. ഓക്കെ, ഇപ്പോഴെങ്കിലും തുടങ്ങുക. ഡെയിലി കുറച്ചായിട്ട് വെച്ച് പഠിച്ചാൽ മതി. കാരണം അത് പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ തലയിൽ നിൽക്കും. കുറച്ചൊക്കെ തിയറിയും കുറച്ച് ഫോർമുലാസും പ്രോബ്ലംസ് ആണ് മെയിൻലി. പക്ഷേ കെമിസ്ട്രി അങ്ങനെയല്ല. കെമിസ്ട്രി നമുക്ക് നല്ല രീതിയിൽ മറന്നു പോകാവുന്ന ഒരു സബ്ജക്റ്റാണ്. സോ നിങ്ങൾ അതിനെ അങ്ങനെ ഈസി ആയിട്ട് കാണരുത്. നിങ്ങൾ വിചാരിക്കും, ഓക്കെ ഞാൻ ഇന്ന് ഈ ഒരു ചാപ്റ്റർ ഫുള്ള് പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സോ എല്ലാം എൻ്റെ മൈൻഡിൽ ഉണ്ടാവും, എനിക്ക് എന്താ പറയുക, ഇനി മറന്നു പോവില്ല, ഒക്കെ മൈൻഡിൽ സ്റ്റോർഡ് ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾ അടച്ചു വെച്ച് പിന്നെ റിവൈസ് ചെയ്യാണ്ട് പിന്നെ എക്സാമിൻ്റെ തലേന്നാണ് നിങ്ങൾ എടുത്തു നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് കെമിസ്ട്രി അത്യാവശ്യം ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. കാരണം ഒത്തിരി പിള്ളേർ കെമിസ്ട്രി ടഫാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന ടൈമിൽ എനിക്കും ടഫായിരുന്നു കെമിസ്ട്രി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കെമിസ്ട്രി പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഹാക്ക് എന്ന് പറയുന്നത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, വായിച്ചുകൊണ്ടേ ഇരിക്കുക. കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് വെച്ചാൽ എനിക്ക് വിരോധമില്ല. ഇക്വേഷൻസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എക്സാമിൻ്റെ തലേന്ന് വരെ, എക്സാം എഴുതാനായിട്ട് ഹാളിൽ കയറുന്നതിന് മുന്നേ വരെ നിങ്ങൾ കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. എന്നാൽ തന്നെയാണ് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇതുവരെയും പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇനിയിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഫുൾ A+ മേടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി എന്നെക്കൊണ്ട് നടക്കുമോ, ഞാനിപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ +2 നോക്കാം, ഇനിയിപ്പം +1 ഒക്കെ ഇപ്പം ഇങ്ങനെ തട്ടിമുട്ടി പാസ്സായിപ്പോട്ടെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ബിക്കോസ് നമ്മൾ എഴുതാൻ പോകുന്നത് ബോർഡ് എക്സാം ആണ്. ഓക്കെ, നമുക്ക് ബോർഡ് എക്സാം ആണ് വരുന്നത്. +1ഉം +2ഉം ബോർഡ് എക്സാം ആണ്. +1ൻ്റെയും +2ൻ്റെയും കൂടെ റിസൾട്ട് ചേർന്നിട്ടാണ്, കമ്പൈൻഡ് ആയിട്ടാണ് നമുക്ക് നമ്മുടെ +2ൻ്റെ റിസൾട്ട് വരിക. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കോളേജ് അഡ്മിഷനും കാര്യങ്ങളും എല്ലാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മാർക്സ് കിട്ടുമോ, അല്ലെങ്കിൽ ഫുൾ മാർക്സ് എന്നുള്ളത് പോകണമെന്നില്ല, പക്ഷെ എന്നാലും ഫുൾ A+ കിട്ടുമോ, നല്ലൊരു പെർസെൻറ്റേജ് കിട്ടുമോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഡെഫിനറ്റ്ലി ഷുവർ ആണ്. ബിക്കോസ് എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഡെയിലി ഇരുന്ന് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ല. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഐ എം ഡൂയിങ് SEM 2 ഓഫ് BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. പക്ഷേ എന്നാലും ഡെയിലി ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ല ഞാൻ, അപ് ടു ഡേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ല. എക്സാമിൻ്റെ ടൈം ടേബിൾ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു 1 വീക്ക് ഓർ 2 വീക്ക് മുന്നുള്ള പ്രിപ്പറേഷനാണ് എൻ്റെ. മെയിനായിട്ടുള്ള എക്സാം ആണെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു ബോർഡ് എക്സാമിൻ്റെ കേസിലൊക്കെ വരുമ്പോഴത്തേനും ഒരു 1 മന്ത് ബിഫോർ ആയിട്ടാണ് ഞാൻ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അല്ലാതെ ഇപ്പോൾ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ഒക്കെ ആണെങ്കിൽ ഒരു 2 വീക്സ് മുന്നേയൊക്കെ ആയിരിക്കും പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ടാവുക. പക്ഷേ ബോർഡ് എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, മോഡൽ എക്സാമിൻ്റെ മുന്നേ തന്നെ ടീച്ചേഴ്സ് എല്ലാം പോർഷൻസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവർ റിവിഷൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും പഠിക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റഷ് ഇല്ലാണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും നിങ്ങൾ ഒട്ടും വൈകിയിട്ടില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് നിങ്ങളൊരു നോട്ട്ബുക്ക് വയ്ക്കുക. ഒരു ചെറിയ നോട്ട്ബുക്ക് മേടിക്കുക, ഒരു 200 പേജൊക്കെ ഉള്ളൊരു നോട്ട്ബുക്ക് മേടിക്കുക. എന്നിട്ട് ഡെയിലി നിങ്ങൾ ആകെ ഒരൊറ്റ ചാപ്റ്റർ ഒരു ദിവസം പഠിച്ചിട്ടുള്ളൂ വെച്ചാൽ അത് മതി. അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ നോട്ടും ടെക്സ്റ്റും വെച്ചിട്ട് നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു ലെസൺ 1 or 2 ലെസൺസ് നിങ്ങൾ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ക്ലോസ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇംഗ്ലീഷിൽ, പ്രോപ്പർ ഇംഗ്ലീഷ് വേണമെന്നില്ല, നിങ്ങളുടേതായിട്ട് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ആ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് ആ കൺസെപ്റ്റ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. അത് നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് ഒരുപാട് ഗുണം ചെയ്യും.
ഓക്കെ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഒക്കെ ഒരു A4 ഷീറ്റ് എടുക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ്, ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി പോവുക. അതൊക്കെ എന്നിട്ട് നമ്മുടെ എക്സാമിൻ്റെ തലേന്ന് എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ വരെ നിങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ പറയാനുള്ളത്, ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് കാര്യങ്ങൾ നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ജസ്റ്റ് ഇപ്പോൾ ഒരു ലോ ഒക്കെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാസ്കൽസ് ലോ ഒക്കെയാണ് ഫോർ എക്സാമ്പിൾ എന്നുണ്ടെങ്കിൽ, ആ ഒരു ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ആ ഒരു ഫോർമുല എഴുതി വെച്ചാൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്സ് ഡെഫിനറ്റ് ആയിട്ടും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ. പിന്നെ ഡെറിവേഷൻസ് കാര്യങ്ങൾ 2 മാർക്സ് 3 മാർക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഹൈ ആയിട്ട് ഒത്തിരി വലിയ മാർക്സിന് ചോദിക്കുന്ന ഡെറിവേഷൻസും ഉണ്ട്, അതും നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുക. അതൊക്കെ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെറിവേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക. ഇപ്പോഴേ ഡെറിവേഷൻസ് എല്ലാം ഒരുവിധം നിങ്ങളുടെ ഫിസിക്സിൽ സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ ഒരു തിയറി പാർട്സ് മാത്രം കുറച്ചും കൂടെ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, മാത്സിലാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു A4 ഷീറ്റ് എടുത്ത് മാത്സിൽ ഓരോ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് നിങ്ങളൊന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, മോസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണസ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ്. എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ എഴുതാൻ പോകുന്നത് ബോർഡ് എക്സാമാണ്. ആ ഒരു ബോധം നിങ്ങളുടെ മൈൻഡിൽ വേണം, പേടിപ്പിക്കുകയല്ല. ബിക്കോസ് നമ്മൾ CBSE പോലെയല്ല, കാരണം നമ്മുടെ ഈ ഒരു +1ൻ്റെ റിസൾട്ടും +2ൻ്റെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് വരിക. ഓക്കെ, ഇപ്പോൾ +1 പഠിക്കാതെ ഇരുന്നിട്ട് +2 ഡബിൾ പാസ് മേടിച്ചാൽ അതിന് ഡബിൾ പാസിനുള്ള മാർക്ക് മതി, ഇപ്പോൾ +2 ബാക്കി എഴുതി മേടിക്കുക, അങ്ങനെയൊന്നും വിചാരിച്ചിരിക്കരുത്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +2ൻ്റെ കാര്യം, +2ൻ്റെ വാല്യുവേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഡബിൾ വാല്യുവേഷനാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടാനായിട്ട് എവിടെയും ചാൻസ് ഇല്ല, അതായത് കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ് ഇല്ല. മിക്കതും നമുക്ക് ഉള്ള മാർക്കിൽ നിന്ന് കുറയാനായിട്ടാണ് നമുക്ക് ചാൻസ് വരിക. പക്ഷേ +1കാരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ലക്കി ഫാക്ടർ എന്ന് പറയുന്നത് അവർക്ക് ആകെ ഒരൊറ്റ വാല്യുവേഷനേ ഉള്ളൂ, ഡബിൾ വാല്യുവേഷൻ ഇല്ല. അതായത് നമ്മുടെ ഒരു പേപ്പർ ഒരൊറ്റ ആളാണ് നോക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്സ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഇപ്പോൾ അത്യാവശ്യമൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 or 2.5 വരെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെച്ച് പഠിക്കുക. അത് മാത്രമേ ഉള്ളൂ. പിന്നെ +1 തന്നെ ഒത്തിരി സ്കോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ +2ലേക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. ബിക്കോസ് +2 ഞാൻ പറഞ്ഞു, ഒന്നാമത് ഡബിൾ വാല്യുവേഷനാണ്, അപ്പോൾ മാർക്സ് കൂടുതലായിട്ട് അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ നമുക്ക് ലാബ് എക്സാംസ് വരുന്നുണ്ട് കാര്യങ്ങൾ, അപ്പോൾ അതെല്ലാം പാടെ ആകുമ്പോഴത്തേനും നമുക്ക് പഠിത്തത്തിലോട്ടുള്ള പിന്നെ കുറച്ചും കൂടെ സിലബസും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്, കുറച്ചും കൂടെ നമുക്ക് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണൊക്കെ ഇവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ലാസ്റ്റത്തേക്ക് അതൊരു ബേർഡൻ ആവും. അപ്പോൾ +1 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറാണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. സോ എല്ലാവരും ഈ പറഞ്ഞിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് പഠിക്കാനായിട്ട് മറക്കണ്ട. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇത്രയും പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലാസ്റ്റ് പറഞ്ഞ ഒരു ബോണസ് പോയിന്റ് നിങ്ങൾ ആരും മറക്കണ്ട. സോ വൈസായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മാർക്സ് നിങ്ങൾക്ക് ഇപ്പോൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പോഴും നിങ്ങൾ ലേറ്റ് അല്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്തെങ്കിലും ഇനിയും ടിപ്സ് ആൻഡ് ട്രിക്സ് ഇതേപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, നോട്ടിഫിക്കേഷൻ എല്ലാം എനേബിൾ ചെയ്ത് വയ്ക്കുക. ആൻഡ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. സോ ടാറ്റ ബൈ, ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ ബൈ.